ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പാത്തൂസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തട്ടുകടയിലും കിട്ടുന്ന അതിനേക്കാൾ ടേസ്റ്റ് വരുന്ന ഒരു പഴംപൊരി റെസിപ്പി ആയിട്ടാണ്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പം നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പം ഞാൻ ഇതൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എത്ര ക്വാണ്ടിറ്റി മാവ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ വെള്ളം എടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമായ പഞ്ചസാരയും അതുപോലെ തന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് കലക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അരിപ്പൊടി ഇല്ലെങ്കിൽ പിന്നെ പുട്ടിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ അതിലേക്ക് അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ബേക്കിംഗ് സോഡ ചേർക്കണം യാതൊരു നിർബന്ധവും ഇല്ല. നമ്മൾ ഇതിപ്പോൾ കലക്കി വെച്ചിട്ട് ഒരു 1/4 മണിക്കൂർ 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ തന്നെ ഇത് പൊങ്ങി വരും. അപ്പം ബേക്കിംഗ് സോഡ ചേർക്കുന്നവർക്ക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ആവശ്യമായ മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടിയുടെ അളവൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് എത്ര വെള്ളം എടുക്കുന്ന അതിനനുസരിച്ചിട്ടാണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചിലവർക്കൊന്നും പഴംപൊരി ഇതുപോലെ എന്താണ് പൊങ്ങി വരുമൊന്നും ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഇല്ലവർക്കാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തത്. നമ്മൾ എന്താ പറയുക, പഴംപൊരി ശരിയായിട്ട് വരണമെങ്കിൽ ആദ്യം നമ്മൾ കൈയോടെ നല്ലോണം എല്ലാം മിക്സാക്കി കൊടുക്കണം. നമ്മുടെ കൈയോടെ നല്ലോണം കുഴച്ചെടുക്കുമ്പോഴാണ് പഴംപൊരി നല്ല അടിപൊളിയായിട്ട് വരൽ. അപ്പോൾ മാക്സിമം നമ്മൾ കൈയോടെ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് വേണം ഒരു 1/4 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ വീട്ടിൽ പഴംപൊരി ആക്കി കഴിഞ്ഞാൽ അടിയാണ്. ചൂടോടെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. ഇപ്പം ആണെങ്കിൽ നല്ല മഴയുമാണ്. പഴംപൊരിയും കട്ടൻ ചായയും പറയാനില്ലല്ലോ, നല്ല ടേസ്റ്റല്ലേ. അപ്പം ഇപ്പം എന്ത് ചൂടോടാക്കി കൊടുത്താലും അത് മക്കൾ ഇഷ്ടത്തോടെ തന്നെ കഴിക്കുന്നുണ്ട്. ഇതാ കൈയോടെ നല്ലോണം മാക്സിമം ഞാൻ ഇതൊക്കെ കലക്കി കൊടുക്കുന്നുണ്ട്. ഇത് അധികം കട്ടിയാവാനും പാടില്ല, അതുപോലെ തന്നെ നേർപ്പാവാനും പാടില്ല. ആ രീതിയിൽ വേണം ഇത് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കട്ടിയായി കഴിഞ്ഞാൽ പഴംപൊരി അത്ര ടേസ്റ്റ് കിട്ടില്ല. അതുപോലെ തന്നെ ലൂസായി കഴിഞ്ഞാൽ എണ്ണ കുടിക്കും. അപ്പം അതുപോലെ അതൊന്ന് ശ്രദ്ധിക്കുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണം. എന്നാലേ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് റെസിപ്പി വീഡിയോകൾ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാൻ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് വേണ്ടത് മാവ്. ഇനിയിപ്പോൾ ഇത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇത് റെസ്റ്റ് ചെയ്ത് ആകുമ്പോഴേക്കും നമുക്ക് പഴം മുറിച്ച് വെക്കാം. അപ്പം പഴം കട്ട് ചെയ്ത് എണ്ണ ചൂടാകുമ്പോഴേക്കാണ് ഇത് റെഡിയായി കിട്ടും. ആ ടൈം ആകുമ്പോഴേക്ക് ഇപ്പം ഞാനിവിടെ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത പഴം തന്നെയാണ്. ഞാനിപ്പം ഇത് വെലിങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 2 പീസാക്കിയിട്ട് നേർങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പം ഞാൻ ഒരു പഴം തന്നെയാണ് നേർങ്ങനെ കട്ട് ചെയ്തിട്ട് പഴംപൊരിക്ക് നമ്മളെ തട്ടുകടയിലെല്ലാം കിട്ടുന്ന ആ രീതിയിലാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. പഴംപൊരി എത്ര കഴിച്ചാലും എന്താണ് ഒരു മതിയാവാത്ത ഒരു സംഭവമാണ്. നമ്മൾ ഇനി ഡെയിലി ആക്കി കഴിച്ചാലും അതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. പണ്ട് മുതൽക്കേ ഉള്ള സംഭവമാണ് പഴംപൊരി. എന്നാലും നമുക്കത് ഇപ്പം പുത്തൻ തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് പഴംപൊരി. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. വീഡിയോ കുറച്ച് ക്ലിയർ കുറവുണ്ട്. ഒന്നാമത് നല്ല മഴയുണ്ട് പുറത്ത്, അതുപോലെ തന്നെ കറണ്ടിന് കളിയുമുണ്ട്. അപ്പം വീഡിയോ കുറച്ച് ക്ലിയർ കുറവുണ്ട്. മക്കളാണെങ്കിൽ പഴംപൊരി ആവാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഞാൻ 2 പഴം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ മാവും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോഴേക്കും തന്നെ എണ്ണ ചൂടാക്കാനും വെക്കാം. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് ഇതാ ഈ പഴം മുക്കിയിട്ട് ഇട്ട് കൊടുക്കേ വേണ്ടൂ. എണ്ണ നല്ലോണം ചൂടായ ശേഷം മാത്രം ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് എണ്ണ കുടിക്കും ചൂടാവാണ്ട് ഇട്ട് കൊടുത്താൽ.
എടുക്കുന്നത്. നമുക്കിവിടെ പൊരിഞ്ഞതാണ്, നല്ലോണം പൊരിഞ്ഞിട്ടായിട്ടാണ് ഇഷ്ടം. ചൂടോടെ കഴിക്കാൻ വേണ്ടി നല്ലോണം പൊരിഞ്ഞ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കുറച്ച് ആകുന്നതിന് മുമ്പേ എടുത്താൽ മതി. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും പഴംപൊരി റെസിപ്പി അറിയാം. എന്നാലും ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ കുറച്ച് നല്ല പഴുത്ത പഴമെല്ലാമാണെങ്കിൽ നമ്മൾ മധുരം കുറച്ച് കൊടുത്താൽ മതി. നമ്മൾ മൈദയിലിടുമ്പോൾ മാവിലിടുമ്പോൾ കുറച്ച് പഞ്ചസാര കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാട് മധുരം തോന്നില്ല. ഇപ്പോൾ ഒരു കുഞ്ഞു പാത്രം ആയതുകൊണ്ടാണ് ഒരു 3 മാത്രം ഇടാൻ പറ്റുന്നത്. ഇപ്പോൾ വലിയ പാത്രമാണെങ്കിൽ 2-3 പ്രാവശ്യം ഇടുമ്പം തന്നെ പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ പറഞ്ഞാലും മക്കൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും വിടുന്നില്ല. അവരിതാ എടുത്ത് കൊണ്ടുപോയെന്ന് ആക്കിയ പാടന്നെ. പിന്നെ അവരെ ക്ഷമക്കും ഒരതിരുണ്ടല്ലോ, നമ്മൾ ചുടുമ്പേ ഫോട്ടോ എടുത്തിട്ടാകുമ്പോൾ തരാമെന്ന് പറയുമ്പോൾ അവർക്ക് ക്ഷമയില്ല. അപ്പം ഇതാ ഓരോന്നോരോന്ന് അവരെടുത്തിട്ട് കൊണ്ടുപോയെന്ന് പാത്രത്തിൽ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും ബായ്.